മനോഹരമായ ഈണം, വരികൾ, ആലാപനം അല്ലെ? ഇപ്പൊ ഒന്ന് ഓർമ്മയിൽ എന്തൊക്കെയാ അത് തെളിഞ്ഞു വരുന്നത്? അന്ന് ഈ പാട്ട് വർക്ക് ചെയ്തത് ഇതും ആദ്യം പമ്പയിൽ പോയിട്ടാണ് വിഷ്വൽ ചെയ്തത്. പമ്പയിൽ തന്നെ കുളിച്ചുകൊണ്ടും ഒക്കെ ആ പരിസരത്താണ് ആ തീർത്ഥം ഇങ്ങനെ എടുത്തും എന്ത് രസമായിരുന്നു അറിയാം. നല്ല ഒരു അനുഭവമായിരുന്നു. അന്നത്തെ കാലത്തും ഇത് കേൾക്കാൻ കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരുപാട് കാഴ്ചക്കാരും ശ്രോതാക്കളും ഉണ്ടായിരുന്നു. അതാണ്. അപ്പൊ ഈ പാട്ട് അങ്ങനെ ഒരാളാണ് ഞാൻ. ഞാൻ ഒരുപാട് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പ്രതികരണത്തിൽ പലതവണ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. പിന്നെ ഈ ആൽബത്തിലെ മറ്റൊരു പാട്ട് പാരിലാകെ പാരിലാകെ ശരണമന്ത്രം സ്വാമിമാരായി മാറി ലോകം വ്രതമെടുത്തു മലജ വിട്ട് താനനാന അങ്ങതന്റെ കൈ പിടിച്ചു താനനാനനാനിനന്ന് കല്ലു കണ്ടക കാടകങ്ങൾ താണ്ടി നടകൊണ്ടു. നടപ്പാണ് ഒരു യാത്ര. അതിന്റെ ഒരു ഋതമാണ് അപ്പൊ അല്ലേ? പിന്നെ ഹരിഹരനന്ദനയ്യ എന്നൊരു കാര്യം, അത് ശരിക്കും ഒരു പേട്ടതുള്ളലിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച്. എന്നാലും അതിനകത്തൊരു മെലഡി ഉണ്ട്. ഹരിഹര നന്ദനയ്യ ചന്ദന ശ്രീലകം കുമ്പിടുന്നയ്യ, ഹരിഹര നന്ദനയ്യ ചന്ദന ശ്രീലകം കുമ്പിടുന്നയ്യ, വരമല രേഖണമയ്യനയ്യ സ്വാമിയെ ദരദ ദരദ സരയൊഴുക്കണേ എൻ സ്വാമിയെ തെളിക്കണേ. ചിലത് എല്ലാം ചേർന്ന് വരിക എന്ന് പറയും. ഓരോ പാട്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു മൂഡും. അങ്ങനെയാണ് ഏറ്റവും അത് കുറച്ചൊരു പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, മിഴിയിൽ എന്ന് തുടങ്ങുന്നത്. മിഴിയിലഴലിന്റെ അത് ശരിക്കും പറഞ്ഞാല് പിന്നെ മാളികപ്പുറം എന്ന് പറഞ്ഞ സങ്കല്പത്തിന്റെ പരിണയ കഥ, അതായത് പരിണയമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു അത് അദ്ദേഹം നന്നായിട്ട് എഴുതി, ഉഗ്രനായിട്ട് എഴുതി. അപ്പൊ എനിക്കൊരു ബാധ്യതയായി നന്നായിട്ടൊരു ട്യൂൺ ചെയ്യണമല്ലോ. അതിനകത്തൊരു ശരിക്കും പെയിനും ഉണ്ടായിരിക്കണം, പാട്ടിലും വേണം, ആലാപനത്തിലും വേണം. അതെ. അപ്പൊ അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ.